God will come in the form of man. ദൈവം തന്നെ മനുഷ്യ വേഷം എടുത്തുകൊണ്ട് And വന്നുകൊണ്ട് he will leave a man a sinless life. ഒരു മനുഷ്യനായി വന്ന് പാപമില്ലാത്ത ജീവിതം ജീവിച്ച് And fulfill the legal requirements of God. ദൈവത്തിന്റേതായ നിയമപരമായ എല്ലാ കാര്യങ്ങളും നിവർത്തിച്ചുകൊണ്ട് All righteousness to be fulfilled. എല്ലാ നീതിയായ കാര്യങ്ങളെ നിവർത്തിച്ചെടുത്തുകൊണ്ട് And he will become a perfect sacrifice for us. ഒരു ഏറ്റവും നല്ലൊരു യാഗമായി തീർന്ന് And that is what the heavens are watching. അതാണ് സ്വർഗം നോക്കിക്കൊണ്ടിരിക്കുന്നത്. That is what the angels are seeing. അതാണ് ദൂതന്മാർ കണ്ടുകൊണ്ടിരിക്കുന്നത്. And they are so keen and happy on that. അവർ അതിൽ വളരെ സന്തോഷമുള്ളവരായിരിക്കുന്നു. So one side we can see heaven is happy. ഒരു ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയും സ്വർഗം സന്തോഷിക്കുന്നു. But the other side, പക്ഷേ അതിന്റെ മറുവശത്ത് Satan is trembling at the cross. പക്ഷേ ക്രൂശിന്റെ മുൻപാകെ സാത്താൻ വിറയ്ക്കുകയാണ്. Because the cross was the defeat of Satan. കാരണം ആ ക്രൂശ് എന്ന് പറയുന്നത് സാത്താന്റെ തോൽവിയുടെ ഒരു Satan അടയാളമാണ്. never knew that this would happen. സാത്താൻ ഒരിക്കലും അറിയത്തില്ല ഈ ഒരു കാര്യം സംഭവിക്കുവാൻ His പോവുകയാണ്. plan was to destroy Jesus. തന്റെ പ്ലാൻ എന്ന് പറയുന്നത് യേശു കർത്താവിനെ നശിപ്പിക്കുക But the എന്നുള്ളതായിരുന്നു. cross of Jesus Christ പക്ഷേ യേശു കർത്താവിന്റെ ആ ക്രൂശ് was his final defeat. അതിന്റെ തന്റെ അവസാനത്തെ പരാജയമാണ്. Because Jesus overcame death. കാരണം യേശു കർത്താവ് മരണത്തിന്മേൽ ജയമെടുത്തു. Jesus defeated Satan. യേശു കർത്താവ് സാത്താനെ തോൽപ്പിച്ചു. The power of death was removed. ആ മരണത്തിന്റെ അധികാരത്തെ മാറ്റി Power of sin was removed. ആ പാപത്തിന്റെ ശക്തിയെ The only hold that Satan had on mankind was sin. ആ സാത്താന് മനുഷ്യരുടെ മേൽ ഉണ്ടായിരുന്ന ഒരു അധികാരം എന്ന് പറയുന്നത് പാപമായിരുന്നു. And the death of Jesus on the cross, യേശു കർത്താവിന്റെ കാൽവരി ക്രൂശിലെ ആ മരണം it completely destroyed the kingdom of Satan. സാത്താന്റെ ആ രാജ്യത്തെ മുഴുവനുമായിട്ട് നശിപ്പിച്ചു കളയുന്നു.